ഇപ്പോൾ ഗാസയിൽ സമാധാനം എന്ന് പറയുമ്പോഴും ഗാസയിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഇസ്രായേൽ കൊണ്ട് ബോംബിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂളിലൊക്കെ ബോംബിട്ട്. അതെ. അപ്പോൾ എവിടെ ആരുടെ ഭാഗത്തു നിന്നാണ് ശരി പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം ഇസ്രായേൽ നടത്തിയ അക്രമങ്ങളുടെ ഫലമായിട്ട് 50,000-ലധികം ആളുകളാണ് മരിച്ചത്. അതിൽ സ്ത്രീകളും കുട്ടികളും വളരെ കൂടുതലാണ്. എന്നാൽ അതിന് തുടക്കം കുറിച്ചത് ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനമാണ്. അതെ. അവർ ഇസ്രായേലിലേക്ക് കയറി അക്രമം നടത്തി 2,000-ലധികം ആളുകളെ കശാപ്പ് ചെയ്തതിൻ്റെ തുടർച്ചയാണ് 50,000 കശാപ്പിലേക്ക് എത്തിച്ചത്. ഇത് രണ്ടും മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളെ മനുഷ്യ നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മളെ കൊന്ന് തള്ളുന്നതിന് വേണ്ടിയിട്ട് പല സ്പ്ലിൻഡർ ഗ്രൂപ്പുകളും പ്രവർത്തിക്കും. ഇപ്പോൾ അമേരിക്കയിൽ ഈ ഗാസയുടെ ഒരു അതിൻ്റെ ഒരു അരുണുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനൊരു പ്രതിഫലനം എന്ന നിലയ്ക്ക് നമുക്കിതിനെ കണക്കാക്കാം. അത് അമേരിക്കയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുമോ എന്നുള്ള ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.